Hello friends, Bits and Bytes മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. ദറ്റ് ടെക്നോളജിയുടെ ക്ലാസ് 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയിരുന്നു. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള ജാവ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ VB സ്ക്രിപ്റ്റുമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PHPനെ പറ്റിയിട്ടാണ്. അതുകൂടാതെ 2 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ PHP. എന്താണ് PHPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. ഓക്കെ, PHPയുടെ ഫുൾ ഫോം ആണ് ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. ഇതെന്ന് പറയുന്നത് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂളാണ്. ഓക്കെ, PHP എന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂളാണ്. അത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. ഇത് ഡെവലപ്പ് ചെയ്തത് 1994 റാസ്മസ് സെല്ലഡോഫ് എന്നൊരാളാണ്. പക്ഷേ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് PHP ഗ്രൂപ്പാണ്. ഓക്കെ, PHP ഫയലുകൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷനാണ് .php. PHP കോഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻസൈഡ് HTML കോഡ് ആൻഡ് വെൻ ദ യൂസർ റിക്വസ്റ്റ് ഫോർ എ PHP വെബ് പേജ് ഇറ്റ് ഈസ് ഇൻറ്റർപ്രറ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ഓൺ ദ വെബ് സെർവർ. അതായത് PHP കോഡ് ഇൻസേർട്ട് ചെയ്തേക്കുന്നത് HTML കോഡിൻ്റെ ഉള്ളിലാണ്. ഒരു യൂസർ വന്നിട്ട് ഒരു PHP വെബ് പേജിൽ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വെബ് സെർവറിൽ വെച്ചിട്ട് ആ PHP കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്ത് നേരെ ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ PHP കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു PHP ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും PHP ഇൻ്റർപ്രറ്റർ അവൈലബിൾ ആണ്. ലിനക്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാമ്പാണ്. അതുപോലെ തന്നെ നമ്മൾ വിൻഡോസിൽ യൂസ് ചെയ്യുന്നത് WAMP സെർവർ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ദെൻ PHPയുടെ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ് അത് ഡാറ്റാബേസ് പ്രോഗ്രാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളിവിടെ ഒരു ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് MySQL ആണ്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന വെബ് സെർവർ എന്ന് പറയുന്നത് Apache ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ആക്റ്റീവ് സെർവർ പേജസ്. മൈക്രോ സെർവർ ആക്റ്റീവ് സെർവർ പേജസ് ഈസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് റൺ ഇൻട്രാക്റ്റീവ് വെബ് ആപ്ലിക്കേഷൻ. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെൻറ്റ് ആണ് ആക്റ്റീവ് സെർവർ പേജസ്. ASP കണ്ടെയ്ൻസ് HTML ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡ്. ASPയിൽ കണ്ടെയ്ൻ ചെയ്തേക്കുന്നത് HTML കോഡും അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡുമാണ്. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ യൂസ് ചെയ്യുന്നത് VB സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റോ ആണ്. അതുപോലെ തന്നെ ASP ഫയൽസ് സേവ് ചെയ്തത് .ASP എന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. ASP ഫയൽസ് ആർ എക്സിക്യൂട്ടഡ് ഓൺലി ഓൺ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ASP ഫയൽസ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ ഓർ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് അല്ല ASP എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ വെരി പവർഫുൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു വെറൈറ്റി ഓഫ് ഡാറ്റാബേസസ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ഡാറ്റാബേസസിനും എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ദെൻ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് ASP.NET എന്ന് പറയുന്നത്. ASP.NETൻ്റെ വരവോടുകൂടി മൈക്രോസോഫ്റ്റുകാർ മറ്റു വേർഷൻസൊക്കെ നിർത്തലാക്കി. ASP.NETൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് കോഡിംഗ്, അവൈലബിലിറ്റി ഓഫ് വെറൈറ്റി ഓഫ് ബട്ടൺസ്, ടെക്സ്റ്റ് ബോക്സസ് തുടങ്ങിയൊക്കെയാണ്. അത് എന്തിന് ഹെൽപ്പ് ചെയ്തു? വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് ASPനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് ദ ജാവ സെർവർ പേജസ്. ജാവ സെർവർ പേജസ് ടെക്നോളജി പ്രൊവൈഡ്സ് എ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് വേ ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് കണ്ടന്റ്. ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ PHP പറഞ്ഞ പോലെ തന്നെ ഇതും യൂസ് ചെയ്യുന്നത് ഡൈനാമിക് വെബ് കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെയധികം സിമ്പിളായിട്ടും ഫാസ്റ്റായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവ സെർവർ പേജസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഡെവലപ്പ് ചെയ്തത് സൺ മൈക്രോസിസ്റ്റം ആണ് in 1999. JSP is similar to PHP but uses Java as programming language. JSP ഏകദേശം PHPയോട് സിമിലർ ആണ് എങ്കിൽ പോലും ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫയലൊക്കെ സേവ് ചെയ്യുന്നത് .JSP എന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. ടു റൺ JSP Apache Tomcat വെബ് സെർവർ ഈസ് റിക്വയർഡ്. അതായത് JSP റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വെബ് സെർവർ എന്ന് പറയുന്നത് Apache Tomcat ആണ്. ഇത്രയാണ് മെയിനായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഏതായിരുന്നു? VB സ്ക്രിപ്റ്റ്, ദെൻ ജാവ സ്ക്രിപ്റ്റ്, ദെൻ PHP, ദെൻ JSP ആൻഡ് ASP. ഇത്രയും ആണ് മെയിനായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് കമന്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. Until then, this is Bhagyashree signing